ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്യ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദാണ്, പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരഞ്ഞെടുപ്പുകളുടെ രീതി, ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ രീതിയെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നിന്ന് അതിൽ FPTP ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ എന്താണ്, ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ ദ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം all sections of people may not get due representation. It cannot ensure sufficient representation for minorities. Under this situation, in order to ensure adequate representation for the minorities, a new election method was adopted. This system of election is known as proportional representation. The aim of proportional representation is give representation to all classes or groups in proportion to their voting strength. Once more, in the first past post system, all sections of people may not get due representation. It cannot ensure sufficient representation for minorities. Under this situation, in order to ensure adequate representation for the minorities, a new election method was adopted. The system of election is known as proportional representation. അപ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ FPTP വ്യവസ്ഥയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഈ വ്യവസ്ഥ പര്യാപ്തമല്ല എന്നൊരു വിമർശനം ശക്തമായി ഉയർന്നു വന്നു. പറഞ്ഞു മനസ്സിലായപ്പോൾ FPTP സിസ്റ്റത്തിൽ എല്ലാ ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൃത്യമായൊരു റെപ്രസെൻറ്റേഷൻ അഥവാ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. മൈനോറിറ്റീസ് അഥവാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ല, പ്രാധാന്യം ഇവിടെ അതിനുവേണ്ടി ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക്, മൈനോറിറ്റീസിന് വേണ്ടത്ര പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഈ വ്യവസ്ഥ പര്യാപ്തമല്ല എന്നൊരു വിമർശനം നമ്മുടെ രാജ്യത്തിലാകമാനം ശക്തമായി ഉയർന്നു വന്നിരുന്നൊരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, പുതുതായിട്ടൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നോക്കാം. അതിനാൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അപ്പോൾ അതിനാൽ എന്താണ്, ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യം അഥവാ മൈനോറിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന മൈനോറിറ്റീസിൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ ചിന്തകർ അഥവാ നമ്മുടെ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്ത് ചെയ്തു, ഒരു പുതിയ വ്യവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തു. ഒരു പുതിയ വ്യവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയും അത്തരത്തിലൊരു വ്യവസ്ഥ ആവിഷ്കരിക്കുകയും ചെയ്തു. ഈ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വ്യവസ്ഥ അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത്. അതിൻ്റെ എയിംസ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. The aim of proportional representation is to give representation to all classes or groups in proportion to their voting strength. The aim of proportional representation is to give representation to all classes or groups in proportion to their voting strength എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഓരോ വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വിഭാഗം ജനങ്ങൾക്കും അവരവരുടെ അംഗസംഖ്യയുടെ അനുപാതത്തിൽ പ്രാതിനിധ്യം നൽകുക എന്നതാണ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്, ഓരോ വിഭാഗം ജനങ്ങൾക്കും, നമ്മൾ ഓരോ വിഭാഗം ജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ വിഭാഗം ജനങ്ങൾക്കും അവരുടെ അംഗസംഖ്യ, ടോട്ടലി അവർ എത്ര പേരുണ്ട് എന്നുള്ളൊരു അംഗസംഖ്യ നോക്കിയതിന് ശേഷം അതിൻ്റെ പ്രപ്പോർഷണലായിട്ടുള്ള അതിൻ്റെ അനുപാതത്തിൽ എന്ത് ചെയ്യുക, അവർക്ക് റെപ്രസെൻറ്റേഷൻ അഥവാ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താ, ഇൻ ദിസ് സിസ്റ്റം a party gets the same proportion of seats as its proportion of votes. Therefore, each party gets its due representation. Once more, in this system, a party gets the same proportion of seats as its proportion of votes. Therefore, each party gets its due representation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം
ഒരു നിയമനിർമ്മാണ സഭയിൽ നമ്മുടെ ലെജിസ്ലേച്ചറിലേക്ക് ഒരു കക്ഷിക്ക് കിട്ടുന്ന എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കണം, ആനുപാതികമായിരിക്കണം. ഓക്കെ, എന്നതാണ് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ഒരു ആശയം, അല്ലെങ്കിൽ അതൊരു ബേസിക് ആശയം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? നിയമനിർമ്മാണ സഭയിൽ അഥവാ ലെജിസ്ലേച്ചറിലേക്ക് എന്താ പറയുന്നത്, ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ഒരു പാർട്ടിക്ക്, ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് എന്തായിരിക്കണം, ആനുപാതികമായിരിക്കണം, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നതാണ് ഈ വ്യവസ്ഥയുടെ ഒരു ബേസിക് ആശയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രകാരം സമൂഹത്തിലെ എന്താണ് ഓരോ വിഭാഗത്തിലും അവരുടെ സംഖ്യാബലത്തിന് ആനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇത് പ്രകാരം എന്താണ് ഈ പറയുന്ന ഇത്തരത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഒരു ബേസിക് ആശയപ്രകാരം എന്താ സംഭവിക്കുന്നത്, സമൂഹത്തിലെ നമ്മുടെ സൊസൈറ്റിയിലെ ഓരോ വിഭാഗത്തിനും അവരുടെ സംഖ്യാബലത്തിന് ആനുപാതികമായി അവരുടെ ആ കൂട്ടത്തിൽ എത്ര പേരുണ്ടോ, അവരുടെ എത്ര ആൾക്കാർ അവർക്കൊപ്പം ഉള്ളതെന്ന് നോക്കിയിട്ട് അതിന് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം അഥവാ റെപ്രസെൻറ്റേഷൻ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, The system of proportional representation prevails in Israel, Netherlands, Argentina and Portugal. In India, the members of Rajya Sabha are elected by this method. അപ്പോൾ എന്താ പറഞ്ഞാൽ, the system of proportional representation prevails in Israel, Netherlands, Argentina ആൻഡ് പോർച്ചുഗീസ്. അപ്പോൾ ഇസ്രായേൽ, നെതർലാൻഡ്, അർജന്റീന, പോർച്ചുഗീസ് തുടങ്ങിയ അല്ലെങ്കിൽ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇസ്രയേൽ, നെതർലാൻഡ്, അർജന്റീന, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കൊരു സംശയം വരും, നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്ന സിസ്റ്റം ഏതാ, FPTP ആണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇന്ത്യയിൽ നമ്മളിതിനെക്കുറിച്ച് പഠിച്ചത്? ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ രീതികളെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ FPTP ആണ്, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റമാണ് പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെ എടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്തിനാണ് നമ്മൾ പിന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പഠിക്കുന്നത്? യെസ്, അപ്പോൾ ഇന്ത്യയിലും ഇതെവിടെയോ വരുന്നുണ്ട്, അതെവിടെയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ പ്രിവെയിൽസ് ഇൻ ഇസ്രായേൽ, നെതർലാൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. അപ്പോൾ അർജന്റീന, പോർച്ചുഗൽ, നെതർലാൻഡ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ആനുപാതിക എന്താണ് പ്രാതിനിധ്യം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻ ഇന്ത്യ ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ എലക്റ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ ആരെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്നത്, ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ പ്രകാരമാണ്. അല്ലാതെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിലോ നമ്മുടെ MLA നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനോ നമ്മുടെ ലോക്സഭ ഇലക്ഷനോ ഒന്നും തന്നെ ഈ ഒരു സംവിധാനം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ രാജ്യസഭയിലേക്ക്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് റെപ്രസെൻറ്റേറ്റീവ്സിനെ അഥവാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ പ്രകാരമാണ്. ഓക്കെ ദെൻ ബാക്കി നോക്കാം. ഇൻ ജർമ്മനി ബിഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദിസ് മെത്തേഡ് പ്രിവെയിൽഡ് ഇൻ Weimar Republic. Okay, in Germany before the First World War this method prevailed in Weimar Republic. Okay, but proportional representation followed by these countries is not similar. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, മുൻപ് ജർമ്മനിയിലെ വീമർ റിപ്പബ്ലിക്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അഥവാ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നതിന് മുമ്പ്, ബിഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ അല്ലേ, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് ജർമ്മനിയിലെ വീമർ റിപ്പബ്ലിക്കിൽ ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളിലെ ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ മറ്റു രാജ്യങ്ങളിലെ പോലെയുള്ളവ അല്ലെങ്കിൽ ഒരുപോലെയുള്ളവ ആയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ എന്താണ്, ജർമ്മനിയിലെ വീമർ റിപ്പബ്ലിക്കിൽ ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നിലനിന്നിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, അവിടെ നിലനിന്നിരുന്ന രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരുപോലെയുള്ളവ ആയിരുന്നില്ല എന്നാണ്. അപ്പോൾ പലതരത്തിലും പല രീതികളിലും പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരേപോലുള്ള കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നില്ല ഈ പറയുന്ന ജർമ്മനിയിലും വീമർ റിപ്പബ്ലിക്കിലും ഒന്നും നിലനിന്നിരുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ജർമ്മനിയിലെ വീമർ റിപ്പബ്ലിക്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഈ പറയുന്ന ആനുപാതിക പ്രാതിനിധ്യ സംവിധാനം അഥവാ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നിലനിന്നിരുന്നു. പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങളിലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥകൾ എന്തായിരുന്നില്ല, ഒരുപോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ there are mainly
two types of proportional representation. In the first method, the entire country is treated as one constituency. All parties get seats in proportion to its share of votes in the national election. This type of election prevails in Israel and Netherlands. അപ്പോൾ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലായിടങ്ങളിലും ഒരുപോലെ ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളിലും പല വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അഥവാ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ മുഖ്യമായിട്ടും പ്രധാനമായിട്ടും രണ്ട് രീതികളിലുണ്ട്. രണ്ട് രീതികളിൽ നമുക്ക് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ രീതിയിൽ രാജ്യത്തെ മുഴുവൻ ഒരു കൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട്, ഒരു നിയോജക മണ്ഡലമായിട്ട്, ഒരു ഏക നിയോജക മണ്ഡലമായിട്ട് രാജ്യത്തെ മൊത്തം നമ്മൾ കണക്കാക്കും. പറയാൻ മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ ദ ഹോൾ നേഷൻ വിൽ കൺസിഡർ എസ് എ സിംഗിൾ കൺസ്റ്റിറ്റ്യുവൻസി. മൊത്തം രാജ്യത്തെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അഥവാ ഒരു മണ്ഡലം ആയിട്ട്, ഒരു നിയോജക മണ്ഡലമായിട്ട് നമ്മൾ കണക്കാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ രീതിയിൽ രാജ്യത്തെ മുഴുവൻ ഒരു ഏക നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കും. ദേശീയ തിരഞ്ഞെടുപ്പിൽ ഓരോ കക്ഷിക്കും ലഭിച്ച വോട്ടുകളുടെ വീതം അനുസരിച്ച് ആ കക്ഷികൾക്ക് സീറ്റുകൾ അനുവദിക്കും എന്നുള്ളതാണ് അവിടുത്തെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ദേശീയ ഇലക്ഷനിൽ അഥവാ നാഷണൽ ലെവലിൽ നടക്കുന്ന ഇലക്ഷനുകളിൽ ഓരോ കക്ഷിക്കും, ഓരോ പാർട്ടികൾക്കും ലഭിച്ച വോട്ടുകളുടെ ഒരു വിഹിതമുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന വോട്ട് വിഹിതം, അതനുസരിച്ച് അവർക്ക് സീറ്റുകൾ എന്ത് ചെയ്യും, അനുവദിക്കും. അതാണ് ഒന്നാമത്തെ രീതിയായിട്ട് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ എന്താ, മൊത്തം രാജ്യത്തെ ഒരു നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കാതെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് എടുക്കുക. ഓരോ പാർട്ടികൾക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കും, സീറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഒന്നാമത്തെ വ്യവസ്ഥയിൽ നിലനിന്നിരുന്നത്. എന്നാൽ ഈ പറയുന്ന വ്യവസ്ഥയാണോ എല്ലായിടത്തും നിലനിന്നിട്ടുള്ള? അല്ല. ഇത് പ്രധാനമായിട്ടും എവിടെയായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്? ഇസ്രായേലിലും നെതർലാൻഡ്സിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും ഇസ്രായേലിലും നെതർലാൻഡ്സിലുമാണ് ഈ ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. In the second method, the country is divided into several multi-member constituencies. Each party prepares a list of candidates for each constituency, depending on how many have to be elected from that constituency. This method of election exists in Argentina and Portugal. Once more, in the second method, അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ച് പറയാം. In the second method, the country is divided into several multi-member constituencies. Each party prepares a list of candidates for each constituency depending on how many have to be elected from that constituency. Okay, this method of election exists in Argentina and പോർച്ചുഗൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രീതി നമ്മൾ പറഞ്ഞു, എന്താണെന്നുള്ളത് പറഞ്ഞു. അത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിലനിൽക്കുന്നത്? ഇസ്രായേലിലും നെതർലാൻഡിലുമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ രീതിയെക്കുറിച്ച് പറയുമ്പോൾ, രണ്ടാമത്തെ രീതിയിൽ രാജ്യത്തെ അനേകം നിയോജക മണ്ഡലമായിട്ട് അങ്ങ് വിഭജിക്കും. പറഞ്ഞ് മനസ്സിലായോ? നേരത്തെ ഒരു രാജ്യത്തെ ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ വിഭജിച്ചിരുന്നത്. പക്ഷേ രണ്ടാമത്തെ രീതിയിലേക്ക് വരുമ്പോൾ രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങളായിട്ട് അങ്ങ് വിഭജിക്കും. രാജ്യത്തെ ഒരുപാട് എന്തായിട്ട് മാറ്റും, കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് നമ്മൾ വിഭജിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോ പാർട്ടിയും ആ നിയോജക മണ്ഡലത്തിന് വേണ്ട സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കും. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ ഒരുപാട് നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒരു രാജ്യത്തെ തന്നെ നിരവധി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, തരം തിരിച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുക? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും, ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോ പാർട്ടിയും എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഓരോ പാർട്ടിയും ആ നിയോജക മണ്ഡലത്തിന് വേണ്ടി സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക അങ്ങ് തയ്യാറാക്കും. പറഞ്ഞു മനസ്സിലായോ? ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം നോക്കും. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് എത്ര പേര് തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളൊരു എണ്ണം നോക്കിയതിന് ശേഷം ഓരോ പാർട്ടിയും അവരുടെ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടി സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ രാജ്യത്തെ ഒരു 10 നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കും. അതിൽ 10 നിയോജക മണ്ഡലങ്ങളിൽ ഒരു നിയോജക മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥിയെ വെച്ച് വേണം തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം നോക്കും. ഇവിടെ ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് എത്ര പേര് തിരഞ്ഞെടുത്ത് വരണം എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരാളാണ് പോകുന്നത്, കാരണം ഇത് FPTP സിസ്റ്റം ആയതുകൊണ്ട്. പക്ഷേ അവിടെ അതല്ലല്ലോ. സിസ്റ്റം എന്താണ്? പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് വരേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇവർ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് എത്ര പേര് വേണം എന്നുള്ളതിൻ്റെ എണ്ണം എടുക്കും. അപ്പോൾ നമ്മുടെ അർജൻറ്റീനയിൽ, അതുപോലെ തന്നെ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഒരു സിസ്റ്റം കാണുന്നത്. അപ്പോൾ പോർച്ചുഗലിലെ ഒരു സ്ഥലം, പോർച്ചുഗലിലെ ഒരു സിറ്റി എടുത്തിട്ട് ആ സിറ്റിയിൽ നിന്ന് 5 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന പാർട്ടിയും 5 പേരെ നിർത്തും, തൊട്ടപ്പുറത്ത് വേറൊരു പാർട്ടി 5 പേരെ നിർത്തും. അങ്ങനെ മൊത്തത്തിൽ എത്ര പാർട്ടികളുണ്ടോ ആ പാർട്ടികളെല്ലാം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളെ അങ്ങ് നിർത്തും. അപ്പോൾ ഏകദേശം 5 പേര് ഒരു മണ്ഡലത്തിൽ നിന്ന് വരണം. 5 പാർട്ടികളുണ്ടെങ്കിൽ 25 സ്ഥാനാർത്ഥികൾ കാണും. അപ്പോൾ ഇതാ പറഞ്ഞത്, ഓരോ നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോ പാർട്ടി
പാർട്ടിയും ആ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഈ പറയുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഈ നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ രീതിയിലുള്ള എന്ന് വെച്ചാൽ രാജ്യത്തെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും വേണമെന്നുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന രീതി പ്രധാനമായും കാണപ്പെടുന്നത് അർജൻറ്റീനയിലും പോർച്ചുഗലിലുമാണ്. രാജ്യത്തെ സിംഗിൾ യൂണിറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ കണ്ടത് എവിടെയാണ്? ഇസ്രയേലിലും നെതർലൻഡ്സിലുമാണ്. അത് മാറിപ്പോരുത്. രാജ്യത്തെ സിംഗിൾ യൂണിറ്റ് ആക്കിക്കൊണ്ട് വേണമെന്നുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതി നിലനിൽക്കുന്ന ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ രീതി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇസ്രയേലിലും നെതർലൻഡ്സിലുമാണ്. പക്ഷേ ഈ രണ്ടാമത്തെ രീതി രാജ്യത്തെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊടുത്ത് ജയിക്കുന്നവർ ജയിച്ച് കയറി വരുന്നൊരു സംവിധാനം, രണ്ടാമത്തെ രീതി അതുള്ളത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന അർജൻറ്റീനയിലും പോർച്ചുഗലിലുമാണ്. ഓക്കെ, അർജൻറ്റീനയും പോർച്ചുഗലും ഓർമ്മിക്കാൻ വലിയ പാടൊന്നുമില്ല. CR7 മെസ്സിയൊക്കെ ഓർമ്മിച്ചാൽ മതി അല്ലേ? യെസ്, അപ്പോൾ നമ്മളൊന്നുകൂടെ ഇൻ ദ സെക്കൻഡ് മെത്തേഡ് എന്താണ്? ദ കൺട്രീസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഈച്ച് പാർട്ടി പ്രിപ്പയർസ് എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി ഹാവ് ടു ബി എലക്റ്റഡ് ഫ്രം ദാറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. ദിസ് മെത്തേഡ് ഓഫ് എലക്ഷൻ എക്സിസ്റ്റ് ഇൻ അർജൻറ്റീന ആൻഡ് പോർച്ചുഗലാണ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. ഇൻ ബോത്ത് ദീസ് മെത്തേഡ്സ് ദ വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ പ്രിഫറൻസസ് ഫോർ എ പാർട്ടി, നോട്ട് ഫോർ എ കാൻഡിഡേറ്റ്. അപ്പോൾ എന്താ? In both these methods, the voters cast their preferences for party, not for a candidate. അതുപോലെ സെക്കൻഡ്, seats are distributed on the basis of the odds. So it ensures that the representatives elected from a constituency would belong to different parties. Seats are distributed on the basis of the odds, so it ensures that the representatives elected from a constituency would belong to different parties എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നോക്കാം. In both these methods, the voters cast their പ്രിഫറൻസസ് ഫോർ എ പാർട്ടി, നോട്ട് ഫോർ എ കാൻഡിഡേറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് രീതികളിലും നമ്മൾ ഈ രണ്ട് രീതികളിൽ പരിശോധിച്ചാലും ഈ രണ്ട് രീതികളിലും സമ്മതിദായകർ അഥവാ വോട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു കക്ഷിക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. ഒരു പാർട്ടിക്ക്, ഒരു കക്ഷിക്ക്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് അവരെന്ത് കൊടുക്കുന്നത്? പ്രിഫറൻസ് അഥവാ മുൻഗണന കൊടുക്കുന്നത്. ഒരിക്കലും അവിടുത്തെ സ്ഥാനാർത്ഥിക്കല്ല. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പം നമ്മൾ 5 പേരെ നിർത്തിയെന്ന് പറയുന്നില്ലേ? ഈ 5 പേരെ നിർത്തിയെന്ന് പറയുന്ന സ്ഥലത്തും ഈ 5 ആൾക്കാരെ അവിടെ ആരും നോക്കുന്നില്ല. ഈ 5 പേരെ നിർത്തിയിട്ടുള്ള പാർട്ടിയാണ് നോക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഇതിൽ പാർട്ടിക്കാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുൻഗണന, പ്രാതിനിധ്യമല്ല, ഈ പറയുന്ന മുൻഗണന, പ്രിഫറൻസ് കൊടുക്കുന്ന. ഓക്കെ, ഇപ്പോൾ 5 പാർട്ടികൾ നിർത്തി. 5 പാർട്ടിയിൽ 25 പേരെ നിർത്തി കാണും. ഇതിൽ വളരെ ചിലപ്പോൾ അടുത്ത് വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അവരൊക്കെ കാണും. പക്ഷേ അവിടുത്തെ ആൾക്കാരെ അല്ല നോക്കുന്നത്. അവിടുത്തെ വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സ്, ഈ മത്സരിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ അല്ല നോക്കുന്നത്. പകരം ആ പാർട്ടി ഏതാണോ ആ പാർട്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? ഇൻ ദിസ് സിസ്റ്റം പാർട്ടി ഗെറ്റ്സ് ദ സെയിം seats are distributed on the basis of the odds, so it ensures that the representatives elected from a constituency would belong to different parties. അപ്പോൾ രണ്ടാമതാ പറഞ്ഞ്, ഒരു നിയോജക മണ്ഡലത്തിലെ സീറ്റുകൾ പങ്കുവയ്ക്കുന്നത് ഓരോ കക്ഷിയും നേടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ വ്യത്യസ്ത പാർട്ടികളിൽ പെട്ടിട്ടുള്ളവരാണെന്ന് ഉറപ്പാവുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു നിയോജക മണ്ഡലത്തിലെ സീറ്റുകൾ പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ്? ഓരോ കക്ഷിയും നേടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് അഥവാ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് അഥവാ പ്രതിനിധികൾ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും. അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. സീറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് വോട്ട്സ്. അങ്ങനെ ഒരു നിയോജക മണ്ഡലത്തിലെ സീറ്റുകൾ പങ്കുവയ്ക്കുന്നത് ഓരോ കക്ഷി നേടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് സെലക്ടഡ് ഫ്രം എ കോൺസ്റ്റിറ്റ്യുവൻസി വുഡ് ബിലോങ് ടു ഡിഫറെൻറ്റ് പാർട്ടീസ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ്സ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ഇന്ത്യ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഈസ് adopted on a limited scale for indirect elections. In India, proportional representation is adopted on a limited scale for indirect elections. ഇന്ത്യയിൽ ഈ പറയുന്ന പരോക്ഷ തിരഞ്ഞെടുപ്പുകൾക്കായിട്ട് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അഥവാ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്?
നിയന്ത്രിതമായ രീതിയിൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇന്ത്യയിൽ പരോക്ഷമായ തിരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അഥവാ പ്രപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ എന്താണ്, ഒരു നിയന്ത്രിതമായ രീതിയിൽ, ഒരു നിയന്ത്രിതമായ തോതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏതിനൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാ? ഇൻ ഇന്ത്യ പ്രപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ അഡോപ്റ്റഡ് ലിമിറ്റഡ് സ്കെയിൽ, ഒരു നിയന്ത്രിതമായ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഏതിനൊക്കെയാണ്? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ്, മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻസഭ. അപ്പോൾ എവിടത്തേക്കൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ രീതി ഉപയോഗിക്കുന്നത്? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന ആനുപാതിക എന്താണ്, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ആനുപാതികമായിട്ടുള്ള എന്താണ്, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന ഒരു പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ്. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിലാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിലാണ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, രാജ്യസഭാ അംഗങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, രാജ്യസഭാ അംഗങ്ങളെയും അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, വിധാൻസഭ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അവിടുത്തെ മെമ്പേഴ്സിനെയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിധാൻസഭ അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സിനെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ രീതിയിലാണ് എന്നുള്ളതാണ്. ദെൻ proportional representation can be implemented either by single transferable vote system or by list system. Once more, proportional representation can be implemented either by single transferable vote system or by list system എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, അതിലൂടെ അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന രാജ്യസഭയിലും വിധാൻ പരിഷത്തുകളിലേക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാണ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്, നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ രീതി ഉപയോഗിക്കുന്നത് പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ തന്നെ രാജ്യസഭയിലെയും വിധാൻ പരിഷത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു സങ്കീർണമായ ഒരു മൂന്നാമത്തെ രീതി കൂടിയുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു രീതിയെക്കുറിച്ചും കൂടി പറയുന്നുണ്ട്. എന്താണ്? അതിസങ്കീർണമായ ഒരു മൂന്നാമത് രീതി ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. ആ രീതി നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ അഥവാ അല്ലെങ്കിൽ എന്തെന്ന് തന്നെ വിളിക്കുന്നു, ലിസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ഈ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ മൂന്നാമത്തെ ഒരു സങ്കീർണമായ രീതി, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് STV അഥവാ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അഥവാ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് പറയുന്നൊരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇനി ഒരു ടോപ്പിക് കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.